15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരി 10-ന് പാതി മുറിഞ്ഞൊരു പാട്ടുപോലെ നമുക്കരികിൽ നിന്നും മാഞ്ഞുപോയ ഒരാൾ. അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അദ്ദേഹം തൊട്ടുവിളിച്ചപ്പോൾ കൂട്ടുവന്നത് തലമുറകളെ പാട്ടിലാക്കിയ വരി നെൽക്കതിരുകൾ തന്നെയായിരുന്നു. കിനാവിന്റെ പടികടന്നെത്തുന്ന അനുരാഗവും അമ്മ മഴക്കാറിന് കണ്ണിറയുന്ന വാത്സല്യവും കൺഫ്യൂഷൻ തീരാത്ത പ്രണയക്കുറുമ്പും വാദ്യഘോഷാദികൾ കൊതിക്കുന്ന സൗഹൃദ രാത്രികളും സൂര്യകിരീടങ്ങൾ വീണുടയുന്ന ദുഃഖ നിമിഷങ്ങളുമൊക്കെ ഈ മനുഷ്യൻ ഉള്ളൊരുക്കിയൊഴിച്ച വരികളില്ലാതെ നമുക്ക് സങ്കല്പിക്കാനാവില്ല. ഊണിലും ഉറക്കത്തിലും കനവിലും കണ്ണീരിലും പ്രണയ വിരഹങ്ങളിലും സംഗീത ചിറകിലേറി പറക്കാൻ മതിവരുവോളം പുതുപുത്തൻ അക്ഷരക്കൂട്ടുകൾ സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്. ഓർമ്മയിലെന്നും ഗിരീഷ് പുത്തഞ്ചേരി. അക്ഷരം എന്നു പേരുള്ള സിനിമയുടെ യാദൃശ്യമാണ് ആ സിനിമയുടെ പേര് അക്ഷരം എന്നായത്. അതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ പോയ സമയത്ത് പുത്തഞ്ചേരി സാറിന്റെ ഒരു വാക്കിലാണ് മറ്റൊരു മുഴുനീള സിനിമയുടെ സംഗീത സംവിധായകനാകുന്നുള്ളത്. അതെന്തായിരുന്നു സംഭവം? ഞാൻ സിബി സാറിനെയാണ് അക്ഷരം എന്ന് പറഞ്ഞ സിനിമ. അതെ, ഇപ്പോൾ നേരത്തെ പിഷു പറഞ്ഞ പോലെ അക്ഷരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തതെന്നാണ്. അപ്പോൾ ഗിരീഷേട്ടൻ്റെ പുത്തഞ്ചേരി കാലം ഒരിക്കലും നമുക്ക് നമ്മുടെ സംഗീതത്തിൽ നശിക്കാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു റെക്കോർഡിങ്ങിന് പെരുമ്പാവൂർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ അവിടെ പോവുകയും, അപ്പോൾ അതിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് പ്രസാദ് 70mm സ്റ്റുഡിയോയിൽ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ദൂരെ നിന്ന് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, നീ ഒരു രാജരാജ ചോളനാണെന്ന്. ഓ അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ ഗിരീഷേട്ടന് കേട്ടിട്ടുണ്ട്, എന്തിനാണ് എന്നെ രാജരാജ ചോളൻ എന്ന് വിളിച്ചത് എനിക്കറിയില്ല. അപ്പോൾ അതിനുശേഷം 2 ദിവസം ഈ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ സംവിധായകൻ സുനിലേട്ടൻ ആ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗിരീഷേട്ടൻ പറഞ്ഞു, നിൻ്റെ അടുത്ത സിനിമയിലെ മ്യൂസിക് കമ്പോസർ ആരാണെന്ന് അറിയാമോ എന്ന് സുനിലേട്ടനോട് ചോദിച്ചു. അപ്പോൾ സുനിലേട്ടൻ പറഞ്ഞു, ഇല്ല അത് നിശ്ചയമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഗിരീഷേട്ടൻ പറഞ്ഞു, ഇവനാണ്. അപ്പോൾ സുനിലേട്ടൻ തന്നെ യാതൊരു പരിചയമില്ല, ഒരു ചെറിയ പയ്യനാണ്. അപ്പോൾ ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇയാൾ എത്രത്തോളം നല്ലതെന്നൊന്നും സുനിലേട്ടൻ അറിഞ്ഞൂടാ. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് സുനിലേട്ടൻ ഉടനെ പറഞ്ഞു, അതെന്താ നമുക്ക് ചെയ്യാം എന്ന്. അതൊരു സർട്ടിഫിക്കറ്റാണ്, അല്ലാതെ ഒരാളെ ഗിരീഷേട്ടൻ അങ്ങനെ പറയില്ലെന്നുള്ള ബോധ്യമാണ്. ഗിരീഷേട്ടൻ ഒരു കണ്ടപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു വിശ്വാസം അല്ലേ അതിൻ്റെ? കാരണം അന്ന് പെരുമ്പാവൂർ സാറിൻ്റെ സംഗീതമാണ് അതിനുവേണ്ടി പോയതാണ്. അന്ന് തുടങ്ങിയ അല്ലെങ്കിൽ ആ പരിചയപ്പെടുത്തലിൽ മലയാളികൾക്കൊരു പുതിയ സംഗീത സംവിധായകനെ കിട്ടുകയാണ്. ഒരു പാട്ടുകാരൻ, ലിറിസിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം പാട്ടിന് സംഭാവനകൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് വരികൾ മാത്രമല്ല, ഈ നിൽക്കുന്ന സംഗീത സംവിധായകനെ കൂടിയാണ്.